ഹൃദയപൂർവം ഭാഗം 138. നിനക്കുള്ളിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട്. തെളിവ് ശേഖരിക്കുന്ന രീതിയും ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ബുദ്ധിയും. നീ ലോയറായി ഇരിക്കുന്നതിന് പകരം IPS എടുത്താൽ നന്നായിരിക്കും, നവീൻ പറഞ്ഞു. ശരത്ത് തലകുലുക്കി. അത് സത്യാണ് എന്നുള്ള രീതിയിൽ. സത്യാണ്. നിന്റെ ചിന്താരീതിക്ക് ഒരു ഉദ്യോഗസ്ഥന്റെ കൃത്യതയുണ്ട്, കൂർമ്മ ബുദ്ധിയുണ്ട്. അത് കേട്ട് സച്ചി ഒന്ന് ചിരിച്ചു. ജീവിതം നമ്മെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് ആർക്കറിയാം. പക്ഷെ ഇപ്പോൾ എനിക്ക് വേണ്ടത് ഒരേ ഒരു കാര്യം, ലക്ഷ്മിയുടെ സുരക്ഷ. അപ്പോൾ അവൻ സന്ദീപിന് നേരെ തിരിഞ്ഞു. ഇനിയൊരു കാര്യം, ഗംഗയുടെ കാര്യം ഇനി അച്ഛനും അമ്മയോടും മറച്ചു വെക്കരുത്. സച്ചി പറയുന്നത് കേട്ട് സന്ദീപ് ഞെട്ടി. ഇതിപ്പോ പറയേണ്ട കാര്യമാണോ? അതെ, സച്ചി ഉറച്ചു പറഞ്ഞു. ഇനി ഒളിപ്പിച്ചു വെച്ചാൽ കാര്യങ്ങൾ വഷളാകും. നമുക്ക് സത്യങ്ങൾ തുറന്ന് പറയേണ്ട സമയം എത്തിയിട്ടുണ്ട്. ഹരിയുടെ പ്രശ്നം ഒരു വശം, പക്ഷേ കുടുംബത്തിനുള്ളിൽ സത്യങ്ങൾ മറച്ചു വെക്കുന്നത് മറ്റൊരു അപകടമാണ്. സന്ദീപ് നിശബ്ദനായി നിന്നു. അവന്റെ മനസ്സിൽ പല ചിന്തകളും കടന്നു വന്നു. ഇതറിയുമ്പോൾ അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? അച്ഛനെ പിന്നെയും പറഞ്ഞ് സമ്മതിപ്പിക്കാം, എന്തായാലും നേരിട്ട് തന്നെ. എനിക്ക് ഗംഗയെ ഉപേക്ഷിക്കാൻ പറ്റില്ല, അവൻ മനസ്സിൽ ഉറപ്പിച്ചു. നമ്മൾ ഇന്നൊരു തീരുമാനമെടുക്കണം. ഇനി ആരും ഒറ്റയ്ക്ക് ഒന്നും കൈകാര്യം ചെയ്യരുത്, മാധവ് പറഞ്ഞു. ഹരിയെയും നേരിടണം, കുടുംബത്തിന്റെ സന്തോഷം കളയരുത്. അതെ, ഭക്ഷണം റെഡിയായി. അകത്തു നിന്നൊരു വിളി കേട്ടു. അവർ പരസ്പരം നോക്കി. ഇനി ഓരോ ചുവടും സൂക്ഷിച്ചായിരിക്കണം. ഹരി വരും, അതിനു മുമ്പ് നമുക്ക് എല്ലാം ഒരുക്കിയിരിക്കണം, സച്ചി പതുക്കെ പറഞ്ഞു. അവർ വീട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ അവരും സന്തോഷത്തിൽ പങ്കുചേർന്നു. ഇത്രയും നേരം ഉണ്ടായിരുന്ന മാനസിക സംഘർഷം അവർ മനഃപൂർവ്വം മറന്നു കളഞ്ഞു. ലക്ഷ്മി സദ്യയുടെ ഇലകൾ വയ്ക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷമായിരുന്നു. അവളുടെ മുഖം കണ്ടപ്പോൾ മാധവിന് വല്ലാത്ത സങ്കടം തോന്നി. എത്ര നേരായി ഞങ്ങൾ വിളിക്കുന്നു, എന്താ ഇത്ര വൈകിയേ? ലക്ഷ്മി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞങ്ങൾക്ക് സംസാരിക്കാനാണോ വിഷയമില്ലാത്തത്? നവീൻ തമാശയായി മറുപടി പറഞ്ഞു. എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി. എന്നാൽ സച്ചിയുടെ കണ്ണ് ഇടയ്ക്കിടെ വാതിലിലേക്ക് നീളുന്നുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന താരയെയാണ് അവൻ നോക്കുന്നത്. അവളും അവനെ നോക്കുന്നുണ്ട്. എന്നാൽ പരസ്പരം രണ്ടുപേരും ഒന്നും ഇതുവരെ സംസാരിച്ചില്ല. ശരത്തിനെയും ദേവികയെയും നടുവിലിരുത്തി സ്ത്രീകൾ സ്നേഹത്തോടെ ഇലയിൽ ഭക്ഷണം വിളമ്പി. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്, ആദ്യം നിങ്ങളാണ് കഴിക്കേണ്ടത്, സീതാമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവികയുടെ ചുണ്ടില് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ശരത്ത് അവളുടെ വശത്തേക്ക് ഒന്ന് നോക്കി. അവളുടെ മനസ്സിന്റെ സന്തോഷം അവളുടെ മുഖത്തുണ്ടെന്ന് അവന് തോന്നി. ലക്ഷ്മിയാണ് രണ്ടുപേർക്കും പായസം വിളമ്പിക്കൊടുത്തത്. ഒരുപാട് നാളുകൾക്ക് ശേഷം മനസമാധാനത്തോടെ സന്തോഷത്തോടെ ഇന്നാണ് ഭക്ഷണം കഴിച്ചത് എന്ന് ദേവികയ്ക്ക് തോന്നി. അതിനുശേഷം ബാക്കിയുള്ളവർ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു. കിച്ചണിലെ ജോലികൾ എല്ലാം തീർത്ത് എല്ലാവരും ഒരുമിച്ച് പുറത്തുള്ള വരാന്തയിൽ വന്നിരുന്നു. വരാന്തയിൽ കാറ്റ് നന്നായി വീശുന്നുണ്ടായിരുന്നു. പുരുഷന്മാർ ഒരു വശത്ത്, സ്ത്രീകൾ മറ്റൊരു വശത്ത്. ഇടയ്ക്കിടെ തമാശകളും ചെറുചിരികളും. സച്ചിയും ആ കൂട്ടത്തിനിടയിൽ ഇരുന്നു. എന്നാൽ അവന്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. അപ്പോഴാണ് അവന്റെ ഫോൺ റിങ് ചെയ്തത്. സച്ചി സ്ക്രീനിലേക്ക് നോക്കിയ നിമിഷം അവന്റെ മുഖം മാറി. അവൻ സന്ദീപിനെ നോക്കി. ഫോൺ ചെവിയിൽ വെച്ച് അവൻ ചോദിച്ചു, എന്താമ്മേ? സച്ചിയിൽ നിന്നും അമ്മയെന്നുള്ള വിളി കേട്ട വരാന്തയിലുണ്ടായിരുന്ന എല്ലാവരും നിശബ്ദരായി. ഇന്ന് തന്നെ വരണമെന്ന് നിർബന്ധാണോ അമ്മേ? നാളെ വന്നാ പോരെ? സച്ചി ചോദിച്ചു. അവന്റെ ശബ്ദത്തിലെ ആശങ്ക എല്ലാവരും കേട്ടു. അവിടെ നിന്ന് കേൾക്കുന്നത് അമ്മയുടെ സ്വരം. പറ്റില്ല, ഇന്ന് തന്നെ വരണം. ഹരി വരുന്നുണ്ട്, അവനെന്തോ അത്യാവശ്യമുണ്ട് പാലക്കാട്, അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ നിന്നോളാൻ പറഞ്ഞപ്പോ അവൻ കൂടെ വരാമെന്ന് പറഞ്ഞു. നീ ഇപ്പൊ എവിടെയാണ്? ആ വാക്കുകൾ കേട്ട നിമിഷം സച്ചിയുടെ നോട്ടം സന്ദീപിലേക്ക് ആയി. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ നീ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരികയാണല്ലോ. സന്ദീപിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നീ പറ്റുമെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് പോണം, അവൻ അവിടെയുണ്ടോ എന്ന് നോക്കണം. പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുക്കണം. ഫോണിന്റെ ലൈനിന്റെ അറ്റത്ത് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സച്ചിയുടെ നെറ്റിയിൽ വിയർപ്പ് മുത്തുകൾ തെളിഞ്ഞു. ഫോൺ വച്ച ശേഷം അവൻ ചുറ്റുമുള്ളവരെ നോക്കിയപ്പോൾ എല്ലാവരും അവന് തന്നെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് കണ്ടു. അമ്മയും സിത്താരയും അച്ഛനും ഇന്നിവിടെ വരും, അവൻ ശാന്തമായി പറഞ്ഞു. ഒരു നിമിഷം നിശബ്ദതയായിരുന്നു അവിടെ. അവർ മാത്രമല്ല എന്ന് പറഞ്ഞ് അവൻ ഒന്ന് ശ്വാസമെടുത്തു. ഹരിയും കൂടെയുണ്ട്. ആ വാക്കുകൾ കേട്ടപ്പോൾ പുരുഷന്മാരുടെ മുഖം ഒരുമിച്ചിരുണ്ടു. മാധവിന്റെ കൈ മുറുകി. സന്ദീപ് ഞെട്ടി നിൽക്കുകയാണ്. പക്ഷെ ശരത്ത് നോക്കിയത് ദേവികയാണ്.
ലക്ഷ്മി ദേവികയുടെ കൈ മുറുകെ പിടിച്ചു. അവളുടെ വിരലുകൾ തണുത്തുപോയി. ദേവികയുടെ കണ്ണുകളിൽ ഒരു നിമിഷം പഴയ ഓർമ്മകൾ മിന്നിമാഞ്ഞു. പ്രണയമാണെന്ന് വിശ്വസിപ്പിച്ച വാക്കുകൾ, കള്ള വാഗ്ദാനങ്ങൾ, തന്റെ ജീവിതം തകർത്ത സംഭവങ്ങൾ. ഹരിയോട് ഒരിക്കൽ ഹൃദയം തുറന്ന പെൺകുട്ടി, ചതിക്കപ്പെട്ട പെൺകുട്ടി, അവൻ കാരണം നഷ്ടങ്ങൾ മാത്രം സംഭവിച്ച ഒരു സ്ത്രീ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയായി അവന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. അതോർക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട് അവൾക്ക്. താൻ തോറ്റിട്ടില്ല എന്ന് പറയാതെ പറയുന്ന പോലെ. അവൾ എങ്ങനെ പ്രതികരിക്കും? അവൾ തളരുമോ? അല്ലെങ്കിൽ അവൾ പ്രതികരിക്കുമോ? ആർക്കും ആ നിമിഷം അതിന്റെ ഉത്തരം അറിയില്ലായിരുന്നു. ഇതിനിടയിൽ സന്ദീപിന്റെ ഹൃദയം വേഗമിടിച്ചു. അമ്മയ്ക്ക് ഗംഗയുടെ കാര്യം അറിയില്ല. ഇങ്ങോട്ടുള്ള ഈ വരവ് എനിക്ക് അപകടമാകുമോ? സന്ദീപ് അതാണ് ആലോചിച്ചത്. അവൻ ഗംഗയെ നോക്കി. ഗംഗയും അവനെ നോക്കിയിരുന്നു. വരാന്തയിലെ ആ കാറ്റിന് അവന്റെ മനസ്സിനെ തണുപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അമ്മ വരട്ടെ, നമുക്ക് നോക്കാം. സന്ദീപ് കുറച്ചു കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിലേക്ക് പുറപ്പെട്ടു. അമ്മ അങ്ങോട്ടെത്തിയാൽ ഞാൻ അവിടെ തന്നെ ഉണ്ടാകണം. അവന്റെ മനസ്സിൽ ഒരു കണക്കുകൂട്ടലായിരുന്നു. സച്ചിയും പുറത്തേക്ക് പോയി. ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട് എന്ന് പറഞ്ഞെങ്കിലും അവന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. വൈകുന്നേരം സൂപ്പർ മാർക്കറ്റിന്റെ ഗ്ലാസ് വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു വരുന്നവരെ കണ്ട നിമിഷം സന്ദീപിന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അമ്മ, സിത്താര. അവരുടെ പിന്നാലെ ഹരി. അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു. അച്ഛനെവിടെയമ്മ? അവൻ ചോദിച്ചു. അച്ഛനെ കേസിന്റെ കാര്യത്തില് ആരോ കാണാൻ എത്തുന്നുണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ ഓഫീസിലേക്ക് പോയി എന്ന് അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ തിരക്കിലായിരുന്നോ? വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. സന്ദീപ് വെറുതെ ഒന്ന് ചിരിച്ചു. ഞാൻ ഷോപ്പിന്റെ ഒരു കാര്യത്തിന് പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. കുറച്ചു മുമ്പാ ഞാൻ വന്നത്. അമ്മ തന്റെ കൂടെ വന്ന ഹരിയെയും കൊണ്ട് അവന്റെ ക്യാബിനിലേക്ക് കയറി. അവനെ അടുത്ത് കണ്ട നിമിഷം സന്ദീപിന്റെ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊങ്ങി. പക്ഷേ മുഖത്തൊന്നും കാണിച്ചില്ല. എന്താ ഹരി വിശേഷങ്ങള്? ഇരിക്ക്, അവൻ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ചോദിച്ചു. ഹരി പതിവ് ചിരിയോടെ, ഒന്നുമില്ല മച്ചാ, കുറച്ചു ദിവസം നിങ്ങളുടെ വീട്ടിലുണ്ടാകും. ചെറിയൊരു ജോലിയുണ്ട് എനിക്കിവിടെ. മച്ച എന്നുള്ള ആ വിളി കേട്ടപ്പോൾ സന്ദീപിന്റെ വിരലുകൾ മേശയ്ക്ക് കീഴിൽ മുറുകി. അതിനെന്താ കുഴപ്പം, നീ നിന്നോ, അവൻ സമാധാനത്തോടെ മറുപടി നൽകി. അമ്മ ഇതിനകം ഷോപ്പിങ്ങിനായി പുറത്തേക്ക് പോയിരുന്നു. സിത്താരയെയും അവരോടൊപ്പം കൊണ്ടുപോയി. ക്യാബിനിൽ ഹരിയും സന്ദീപുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹരിയുടെ ഫോൺ നിർത്താതെ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടതും അവൻ കുറച്ചു സമയം പുറത്തേക്ക് പോയി. സംസാരിച്ച് തിരിച്ചു വന്നു. വീണ്ടും മെസ്സേജുകൾ. അവന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ ചുറ്റും തിരിഞ്ഞു നോക്കുന്നു. ഇവൻ ഇവിടെ താമസിക്കാൻ മാത്രമല്ല വന്നത് എന്ന് സന്ദീപിന് ഉറപ്പായി. അമ്മയും സിത്താരയും ആവശ്യമായ സാധനങ്ങളിൽ എല്ലാം എടുത്തു. ബില്ല് അമ്മ തന്നെ പേ ചെയ്തു. ഹരി പുറത്തുനിന്ന് വീണ്ടും ആരുമായ ഫോണിൽ സംസാരിക്കായിരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്, നീ ഇപ്പോ വരുന്നുണ്ടോ? അമ്മ സന്ദീപിനോട് ചോദിച്ചു. ഇല്ല, ഞാൻ വന്നോളാം, സന്ദീപ് പറഞ്ഞു. ഹരി ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞ് അവരോടൊപ്പം പുറപ്പെട്ടു. അവര് ഗ്ലാസ് വാതിൽ കടന്നു പോകുന്നത് നോക്കി നിന്ന സന്ദീപിന്റെ മനസ്സില് ഒരു ഭാരം പതിഞ്ഞു. അവൻ ഉടൻ ഫോൺ എടുത്തു. മാധവ്, ലക്ഷ്മിയെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കണ്ട. ഹരി വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ശരി, ഞാൻ നോക്കിക്കോളാം, മാധവ് പറഞ്ഞു. ഞാനും പിന്നാലെ എത്തും. ഇനി മുതൽ അവൻ എവിടെ പോയാലും ഞാൻ അല്ലെങ്കിൽ സച്ചി കൂടെയുണ്ടാകും. അവനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല. ഫോൺ വെച്ച ശേഷം സന്ദീപ് കുറച്ചു നിമിഷം കണ്ണടച്ചു. ഇതൊരു സാധാരണ സന്ദർശനമല്ല. ഇത് അവൻ മറ്റെന്ത് ഉദ്ദേശിച്ചാണ് ഈ വന്നിരിക്കുന്നത്. ഹരി നിന്റെ വീട്ടിൽ താമസിക്കും സന്ദീപ്, പക്ഷെ അവൻ ഒറ്റയ്ക്കും എങ്ങും പോകില്ല. അവന്റെ കൂടെ ഒരു നിഴലായി അവന്റെ ഓരോ ചുവടും ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങളും ഉണ്ടാകും, മാധവും മനസ്സിൽ പറഞ്ഞു. ഹരി സന്ദീപിന്റെ ഒപ്പം സന്ദീപിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവൻ മാധവിന്റെ വീട്ടിലേക്ക് നോക്കിയിരുന്നു. അവന്റെ ആളുകൾ പറഞ്ഞ ലൊക്കേഷനും വീടും അടയാളങ്ങളും അത് തന്നെയാണ് എന്ന് അവൻ ഉറപ്പിച്ചു. പലപ്പോഴും താൻ ഇവിടെ വന്നപ്പോൾ ഈ വീട് കണ്ടിട്ടുണ്ടെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തന്റെ ഈര ഇവിടെയാണ് എന്നുള്ളത് അറിഞ്ഞപ്പോൾ മുതൽ ആ വീടിനോട് വല്ലാത്തൊരു ഇഷ്ടം ഹരി മനസ്സിൽ ഓർത്ത് ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. അവർ ദേവർമഠത്തിൽ എത്തിയതും, മോനെ, നിനക്ക് മുകളിലെ റൂം പോരെ? അവിടെ സന്ദീപിന്റെ മുറിയുടെ അടുത്ത് തന്നെയുള്ള മുറിയാണ് നിനക്കായിട്ട് ഉള്ളത്. അത് മതി ആന്റി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബാഗും എടുത്തുകൊണ്ട് ആ റൂമിലേക്ക് പോയി. അവർ എത്തിയ ഉടൻ തന്നെ അങ്ങോട്ട് സച്ചിയും വന്നിരുന്നു. തൊട്ടുപുറകെ തന്നെ സന്ദീപും ചെന്നു. ഇത്രയും ദിവസം ആ വീട്ടിൽ മക്കളാരും ഇങ്ങനെ വന്നിട്ടില്ല എന്ന് അവിടുത്തെ ജോലിക്കാർ ഓർത്തു. സഞ്ജയ് എവിടെ? സന്ദീപിന്റെ അമ്മ സച്ചിയോടും സന്ദീപിനോടും ചോദിക്കുന്നു. അറിയില്ല, ഞങ്ങൾ വിളിക്കാറില്ല, അവൻ പറഞ്ഞു. അപ്പോൾ തന്നെ അമ്മ സഞ്ജയെ വിളിച്ചു. അപ്പോൾ എല്ലാം സച്ചിയും സന്ദീപും ഹരിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
അവൻ അവന്റെ ഫോണിൽ തന്നെയായിരുന്നു എന്ന് അവർ ശ്രദ്ധിച്ചു. പിന്നെ കുറച്ചു നേരം അവർ സംസാരിച്ചിരുന്നുവെങ്കിലും ഹരി അതൊന്നുമല്ല ശ്രദ്ധിക്കുന്നത് എന്ന് സച്ചിക്കും സന്ദീപിനും തോന്നി. അപ്പോഴേക്കും സിത്താര അങ്ങോട്ട് വന്നു. കൂട്ടുകാരികളെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ പോയതും ഏത് കൂട്ടുകാരിയുടെ അടുത്തേക്കാണ് എന്ന് അവളുടെ അമ്മ ചോദിച്ചു. മിത്രയെ കണ്ടിട്ട് വരാം എന്ന് അവൾ പറഞ്ഞു. അവൾ പോകുന്നത് മാധവിനെ കാണാനെന്ന് അവർക്ക് അറിയാം. പക്ഷെ എതിർക്കാൻ നിന്നില്ല. കാരണം അവളുടെ ഡോക്ടറും തന്റെ ഏട്ടനും പറഞ്ഞത് അവർ ഓർത്തു. അവളുടെ വാശിക്ക് നിന്ന് കൊടുക്കുക എന്ന് വെച്ച് അമിതമായാൽ മാത്രം എതിർക്കുക. തൽക്കാലം അവൾ അവിടെ ചെന്ന് മിത്രയെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ മാധവിനെ കാണാനെല്ലാം ശ്രമിക്കും. അതിന് എതിര് നിൽക്കരുത്. തടസ്സം പിടിച്ചാൽ അവൾക്ക് വാശി കൂടും. അതുകൊണ്ട് ഒരുപാട് എതിർത്ത് നിൽക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവളുടെ അമ്മ ഒന്നും പറഞ്ഞില്ല. എന്നാൽ ഞാനും വരാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഹരി എഴുന്നേൽക്കുന്നത് കണ്ടതും സച്ചിയും സന്ദീപും പരസ്പരം നോക്കി. എനിക്കും ഈ സ്ഥലവും ആളുകളെയും എല്ലാം ഒന്ന് പരിചയപ്പെടാലോ. എന്തായാലും കുറച്ചു ദിവസം ഞാനിവിടെ ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞ് ഹരി പോകാനായി ഇറങ്ങിയതും എന്നാൽ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് സച്ചി വേഗം അവരുടെ കൂടെ ചെന്നു. അത് ഹരിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ഒന്നും പറഞ്ഞില്ല. സിത്താരയ്ക്കും സച്ചി കൂടെ ചെല്ലുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവളും പക്ഷേ ഒന്നും പറഞ്ഞില്ല. അവർ പുറത്തേക്ക് ഇറങ്ങിയതും അമ്മ എന്തിനാ അവളെ വിട്ടത്, അവൾ ഇപ്പോൾ എങ്ങോട്ടാണ് പോയത് എന്ന് അമ്മയ്ക്ക് അറിയില്ലേ? സന്ദീപ് അമ്മയോട് ചോദിച്ചു. അറിയാം, പക്ഷെ ഇപ്പോൾ അവളെ എതിർത്ത് പറയണ്ട. അവൾ മാധവിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം അറിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി കണ്ടു തന്നെ അവളുടെ മനസ്സിനെ അവൾ മാറ്റണം. അല്ലാതെ നമ്മൾ അവളെ ഇവിടെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. എത്രയെന്ന് വെച്ചാ അവളെ നമ്മൾ ഇവിടെ പിടിച്ചു വെക്കാൻ നോക്കുന്നത്? അവൾക്ക് സ്കൂളിൽ പോകണ്ടേ? അവളെ കൂട്ടുകാരിയെ കാണില്ലേ? അവൻ പോകുന്ന ബസ്സിലല്ലേ അവൾ പോകുന്നത്? അപ്പോൾ കാണില്ലേ? എല്ലാം കൊണ്ടും ഇപ്പോഴേ അവൾ എല്ലാം കണ്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിന്നെ സച്ചി ഉണ്ടല്ലോ, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകില്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ വിവാഹകാര്യമാണ്, ഒന്ന് സംസാരിക്കണമായിരുന്നു. നീ എപ്പോഴൊന്ന് ഫ്രീ ആവുന്നത് എന്ന് വെച്ചാ പറയണം. ഒരു നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റിന്റെ മകളാണ്. ആ കുട്ടിയും അഡ്വക്കേറ്റ് ആണ്. നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക്. നീ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ആ കുട്ടി നിന്നെ കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. അച്ഛൻ ആ കുട്ടിയെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അച്ഛന് ഈ ബന്ധത്തിന് താല്പര്യമുണ്ടെന്നാ പറയുന്നത്. അടുത്ത ദിവസം നമ്മുടെ സിത്താരയുടെ പിറന്നാളാണ്. അന്ന് ചെറിയൊരു പാർട്ടി വെക്കാന്ന് അച്ഛൻ പറയുന്നുണ്ട്. അച്ഛന്റെ ഫ്രണ്ട്സും എല്ലാ ഫ്രണ്ട്സും. അങ്ങനെ അപ്പോൾ അവർ വരും. അന്ന് നിനക്ക് ആ കുട്ടിയെ കാണുകയും ചെയ്യാം. പിന്നെ അതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സഞ്ജയ്ക്കും ഇതുപോലൊരു ആലോചന വന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ ഫാമിലിയും അന്ന് ക്ഷണിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ആകുമ്പോൾ നമുക്ക് വിവാഹക്കാര്യം സംസാരിക്കാം. എന്തായാലും ഞാൻ സഞ്ജയ് ഒന്ന് വിളിക്കട്ടെ. അടുത്ത ബുധനാഴ്ചയാണ് സിത്താരമ്മളുടെ പിറന്നാള്. അതിനു മുമ്പ് അവന്റെ കറക്കമെല്ലാം കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നു. ഈ ഷോപ്പ് ഇങ്ങനെ നടക്കുമ്പോൾ അവൻ ഇങ്ങനെ കറങ്ങാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത്? അമ്മ ചോദിച്ചതും അതൊന്നും കേട്ടതുപോലും ഇല്ലാതെയാണ് അവൻ അവിടെ നിന്നത്. അവന്റെ മനസ്സിൽ തന്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ ഓർമ്മ വന്നു. നന്നായി, ഇതെങ്ങാനും ഗംഗ അറിഞ്ഞാല് എന്നെ അവൾ പച്ചയ്ക്ക് കത്തിക്കും. എന്തായാലും അധികം നാളും മറച്ചു വെക്കാൻ പറ്റില്ല എന്ന് ഇതിനോടകം തന്നെ അവന് മനസ്സിലായി. എന്താ സന്ദീപ് നീ ആലോചിക്കുന്നത്? അമ്മ ചോദിക്കുന്നത് കേട്ടാണ് അവൻ ആലോചനയിൽ നിന്നും പുറത്തേക്ക് വന്നത്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ലേറ്റായി, ഇപ്പോഴാണ് വോയിസ് കൊടുക്കാൻ പറ്റിയത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിർത്താനേ. ബാക്കി നാളെ തരാട്ടോ. അപ്പൊ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.